ഇത് ദർശന അക്കാദമി. ഓരോ വർഷവും നിരവധിയായ പ്രതിഭകളാണ് ഇവിടെ നിന്നും ഡോക്ടർമാരും എഞ്ചിനീയർമാരാകുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സാമിനുമെല്ലാം മികച്ച മാർക്ക് നേടി ഉന്നത വിജയം സമ്മാനിച്ച പ്രതിഭകൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ സമ്മാനദാന ചടങ്ങുകൾ നടക്കുകയാണ്. അവർക്കുള്ള അനുമോദനവും അവരുടെ മാതാപിതാക്കൾക്കുള്ള അനുമോദനവുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിന് ഓരോ പ്രോഗ്രാമുകൾ നമുക്ക് കാണാം. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഒരു കർത്തവ്യം എനിക്കുണ്ട്. അപ്പോൾ സ്വാഗതം ആശംസിക്കുമ്പോൾ ഇതിൽ എല്ലാവരും തന്നെ ദർശന അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പുറത്തുനിന്നുള്ള ആരുമില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദർശന അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊരു സ്വാഗതത്തിന്റെ ആവശ്യം അങ്ങനെ നോക്കിയാലില്ല. പക്ഷേ ഒരു ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം ദർശന എക്സലൻസ് അവാർഡ് 2025 നമ്മുടെ മെറിറ്റ് ഡേ എന്ന് പറയുന്ന ദർശന എക്സലൻസ് അവാർഡ് ഈ ദർശന അക്കാദമിയിൽ പഠിച്ച് ഇന്ന് മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദരിക്കുന്ന ഒരു ദിവസമാണ്. ദർശന അക്കാദമി സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്നത്തേത്. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവിടെ ഇരുന്ന കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ പുറകിലും ബാൽക്കണിയിലുമായിട്ട് നിന്ന കുഞ്ഞുങ്ങളാണ് ഇന്ന് മുമ്പിൽ അവരുടെ പേരൻസിനോടൊപ്പം ഇരിക്കുന്നത്. അപ്പോൾ അവര് കുറച്ച് പേരൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. ഇനി ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുമുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ദർശന അക്കാദമിയെ കുറിച്ച് ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ദർശന അക്കാദമി ഒരു കോച്ചിങ് സെന്റർ അല്ല. കോച്ചിങ് സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് തലകറങ്ങി വീഴുന്ന, ടെൻഷൻ അടിക്കുന്ന ഒരു സാധനം. അതല്ല ഇത് CMI സഭയുടെ നാളത്തെ നല്ല ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന, നല്ല എഞ്ചിനീയർമാരെ വാർത്തെടുക്കുന്ന, നല്ല സ്വഭാവമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് കോച്ചിങ് സെന്റർ എന്ന് പറയാൻ പറ്റുമല്ല. ദർശന അക്കാദമി അത് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അത് അംഗീകരിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സാധാരണക്കാരായ കുട്ടികൾ, അല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടി കഴിവോടുകൂടി ഇവിടെ വന്നവരെ തീർച്ചയായിട്ടും അവരെല്ലാം എന്തെങ്കിലും, ഞാൻ കുട്ടികളോട് പറയുന്നത് തന്നെ അടുത്ത വർഷം നമുക്ക് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കാണാമെന്ന് പറയുന്നവരെ, അപ്പോൾ അതിനുവേണ്ടി ആഗ്രഹത്തോടെ പഠിക്കുന്നവരെ നമുക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ നമ്മുടെ മെറിറ്റ് ഡേക്ക് ദർശന എക്സലൻസ് അവാർഡിന്റെ അധ്യക്ഷനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട മാർട്ടിൻ മള്ളാത്തച്ഛനാണ്. അച്ഛൻ CMI സഭയുടെ എഡ്യൂക്കേഷന്റെ കൗൺസിലറാണ്, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. അച്ഛൻ ഇപ്പോൾ എറണാകുളത്താണ്. അച്ഛൻ നമ്മുടെ ഈ ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അതായത് CMI സഭയുടെ മുഴുവൻ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെയും അധികാരി എന്ന് വേണമെങ്കിൽ പറയാം മാർട്ടിൻ അച്ഛനെ. അതിലുപരി കുട്ടികളെ വളരെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകനാണ് അച്ഛനെ. എനിക്ക് പരിചയം അങ്ങനെയാണ്. കൂടുതൽ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നപ്പോൾ അവിടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഡയറക്ടർ, ആ രീതിയിലെല്ലാം വളരെ സ്നേഹത്തോടു കൂടി കുട്ടികളെയും അല്ലെങ്കിൽ അധ്യാപകരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല വൈദികൻ മാർട്ടിൻ അച്ഛ. ഏറ്റവും സ്നേഹത്തോടു കൂടി ദർശന അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ കുടുംബത്തിൽ തന്നെ മറ്റൊരംഗമാണ്. നമ്മുടെ കോട്ടയത്തിന്റെ MLA എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഒരു സ്ഥലത്തെ MLA എന്നും പറഞ്ഞ് നമ്മൾ സാധാരണ MLA-മാരെ പറയുന്നവരല്ല നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. അതായത് കോട്ടയത്തിന്റെ സ്വന്തമാണ്, കോട്ടയത്തിന്റെ മുത്താണെന്ന് വേണേൽ പറയാം. കോട്ടയത്തിന്റെ ജനങ്ങളെ അറിയുന്ന, കോട്ടയത്തിന് വേണ്ടി ജീവിക്കുന്ന, അതോടൊപ്പം തന്നെ ദർശന അക്കാദമിയുടെ സ്വന്തമാണ്. ദർശന അക്കാദമിയുമായിട്ട് വിളിച്ചോണ്ട് ചോദിച്ചാൽ പറയും എല്ലാ ആഴ്ചയും തന്നെ ദർശന അക്കാദമിയിൽ, ഇവിടെ നമുക്ക് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ എല്ലാ ആഴ്ചയും തന്നെ ഒരു സന്ദർശിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വന്തം ജനപ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ദർശന എക്സലൻസ് അവാർഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് അധികം പരിചിതമല്ലാത്ത ഒരു മുഖമാണ് ശ്രീ ജോബി ജോർജ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അതായത് ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്. രോമാഞ്ച സിനിമ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാൻ ഞാൻ അധികം പറയുന്നില്ല. അതിലുപരി നല്ലൊരു വിശ്വാസിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ സാറ് നിങ്ങളോട് പറയും. ഏറ്റവും സ്നേഹത്തോടു കൂടി ദർശന എക്സലൻസ് അവാർഡിലേക്ക് ശ്രീ ജോബി ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള നമ്മുടെ എമിലച്ചനാണ്. എമിലച്ചൻ ദർശന അക്കാദമിയുടെ ഡയറക്ടറാണ്. ഞങ്ങൾ 2 ഡയറക്ടർമാരുണ്ട്. അച്ഛന് കൾച്ചറൽ സെന്റർ, അതുപോലെ തന്നെ ILTS, OET, ജർമ്മൻ, അതുപോലെ തന്നെ കോട്ടയത്തിന്റെ കോട്ടയത്തിന്റെ
നമ്മുടെ MLA സാറിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലെങ്കിലും രാഷ്ട്രീയ മേഖലകളിലും മറ്റ് മേഖലകളിലും വളരെ പിടിപാടുള്ള കൊച്ചച്ഛനാണ്. കാണാൻ ഒഴിവ് കുറവാണെങ്കിലും വളരെയധികം ഹോൾഡുള്ള, അല്ലെങ്കിൽ ജനഹൃദയങ്ങൾ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്ന ദർശന അക്കാദമിയുടെ തന്നെ ഭാഗമാണ് അച്ഛൻ. അച്ഛനെ ദർശന അക്കാദമിയുടെ എക്സലൻസ് അവാർഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് നമ്മുടെ ആരാ ടോബിൻ സാർ. അപ്പൊ ടോബിൻ സാറിനെ നമ്മുടെ അക്കാദമിക് കോർഡിനേറ്റർ ആണ്. ദർശന അക്കാദമിയുടെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞ് അക്കാദമിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും മാറ്റിവെച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടോബിൻ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ദർശന എക്സലൻസ് അവാർഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മുടെ അലുമിനീസ് എന്ന് പറയാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പുറകിലിരുന്നവര്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പഠിപ്പിച്ചവരായ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെയും അതായത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ താരങ്ങൾ, അവരോടൊപ്പം തന്നെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് ദർശന കുടുംബാംഗങ്ങളാണ്. അപ്പൊ അതിനകത്ത് എല്ലാവരും വരും, എങ്കിലും മിച്ചമുള്ളവരെ എല്ലാവരും കൂടെ കൂട്ടി ഈ ദർശന കുടുംബത്തിലെ അംഗങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് അവിടെ നിർത്തുന്നു. നന്ദി. യോഗം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണെന്ന് ശേഷമാണ് അധ്യക്ഷ പ്രസംഗത്തിലേക്ക് നമ്മൾ എത്തുക. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ, നേതൃത്വത്തിലൂടെ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച നേതാവ്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ കർമ്മനിരതൻ, സമർത്ഥനായ സാരഥി, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, നമ്മുടെ കോട്ടയംകാരുടെ അഭിമാനം, നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, ഏറ്റവും ആദരണീയനായ നമ്മുടെ സ്വന്തം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും ഉദ്ഘാടന പ്രസംഗത്തിനുമായി. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനിയായ മാർട്ടിൻ ഉള്ളത്ത് അച്ഛൻ, സ്വാഗതം ആശംസിച്ച റവറൻഡ് ഫാദർ സോണി എംബ്രോ, സ്നേഹന്തിയായ ശ്രീ ജോബി ജോർജ് അവർ, എൻ്റെ സഹോദരതുല്യ ഞങ്ങളെല്ലാവരും വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന നമ്മുടെ ML പുള്ളിക്കാട്ടച്ചൻ, സ്നേഹമുള്ള ശ്രീ ടോബിൻ കെ തോമസ്, പ്രിയപ്പെട്ട ശ്രീ ജോബി ജോർജ്, മറ്റ് സഹോദരങ്ങളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ദർശന അക്കാദമിയിലെ ഞങ്ങളൊരു സ്ഥിരം സന്ദർശകരാണ്. സ്ഥിരം സന്ദർശകരെന്ന് പറഞ്ഞാൽ ഒരിക്കൽ വന്നപ്പോൾ രണ്ടാമത് വീണ്ടും വരുമ്പോൾ പഴയതിനേക്കാളും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. എത്രയോ കാലമായി നമ്മളുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിവിശിഷ്ടമായ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ദർശന അക്കാദമി നമുക്ക് ഹൃദയത്തിൽ തറച്ച ഒരു വികാരമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദർശന അക്കാദമിയുടെ പ്രാഥമികമായ ചടങ്ങുകളിലും അതിൻ്റെ എല്ലാ വിശദമായ കാര്യങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ജീവിതത്തിലെ ഒരു പ്രത്യേക നേട്ടമായി ഞാൻ കാണുകയാണ്. ഇവിടെ നിന്ന് എത്രയോ കുട്ടികൾ അത്യുന്നതങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. ദർശന അക്കാദമിയുടെ വിജയം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നല്ല ടീം വർക്കാണ്. To receive this award, welcome Amarda Shankar on the stage. അവാർഡ് നൽകുന്നതിനായി രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. The proud moment of Darshana Academy. ദർശനയെ ഭാരതത്തിൻ്റെ ഏറ്റവും സ്നേഹത്തോടെ അമൃതയുടെ മാതാവിനെയും ക്ഷണിക്കുകയാണ്. മാതാവിന് പൊന്നാട അണിയിക്കുന്നതിനു വേണ്ടി യോഗ അധ്യക്ഷൻ റവറൻഡ് ഫാദർ മാർട്ടിൻ മുല്ലത്തിനെ ക്ഷണിക്കുന്നു.
ഇപ്പോൾ അവാർഡ് സ്വീകരിക്കുന്നത് അമൃത ശങ്കർ, ദ ടോപ്പർ ഓഫ് ദർശന അക്കാദമി. ഇന്ത്യയിൽ ദർശനയുടെ തല ഉയർത്തിപ്പിടിച്ച അമൃത ശങ്കറിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരിക്കുന്നു. അതോടൊപ്പം അമൃതയുടെ വിജയത്തിന് പിന്നിൽ മാതാവിൻ്റെ നിറസാന്നിധ്യമാണ്. മാതാവിനെ സ്നേഹപൂർവ്വം പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു ബഹുമാനപ്പെട്ട ഫാദർ മാർട്ടിൻ മുലത്ത്. നീറ്റ് ടോപ്പർ രഞ്ജിത ആർ. മാതാ പേരന്റിനെ ക്ഷണിക്കുകയാണ്. കുട്ടികളുടെ കൂടെ പേരന്റും കൂടെ വരുവാൻ ശ്രദ്ധിക്കുമല്ലോ. രഞ്ജിതയെ ആദരിക്കുന്നു. ഫാദർ മാർട്ടിൻ മലത്ത് പൊന്നാട അണിയിക്കുന്നു പിതാവിന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ മെമ്മന്റോ നൽകി രഞ്ജിതയെ ആദരിക്കുന്നു. പൊന്നാട അണിയിക്കുന്നു. ഇഫാന എസ് നീറ്റ് ടോപ്പർ. ഇഫാനയുടെ അസാന്നിധ്യത്തിൽ മാതാവ് മെമ്മന്റോ സ്വീകരിക്കുന്നു. രാധാകൃഷ്ണൻ സാർ മെമ്മന്റോ നൽകി ആദരിക്കുന്നു. ഇഫാന നീറ്റ് ടോപ്പർ ഇഫാന. പൊന്നാട അണിയിക്കുന്നു ഫാദർ മാർട്ടിൻ മലത്ത്. കയ്യടിയുടെ ഊർജമൊന്നും കുറഞ്ഞു പോകരുത്. പ്രൗഡ് മൊമെന്റ് ഓഫ് ദർശന അക്കാദമി. ജ്യോതിക ലക്ഷ്മി ആദരിക്കുന്നു നീറ്റ് ടോപ്പർ. ഒപ്പം മാതാവിനെ ആദരിക്കുന്നു പൊന്നാട അണിയിച്ച് ഫാദർ മാർട്ടിൻ മലത്ത്. ജ്യോതിക ലക്ഷ്മിക്ക് മൊമെന്റോ നൽകുന്നു കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ. പൊന്നാട അണിയിക്കുന്നു ഫാദർ മാർട്ടിൻ മലത്ത്. പിതാവിനെയും മാതാവിനെയും പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു ഫാദർ മാർട്ടിൻ മലത്ത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ. വീണ്ടും മീര പറയുകയാണ്, മീരയ്ക്ക് അവാർഡ് സാർ തന്നെ നൽകണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ വീണ്ടും അവാർഡ് നൽകുന്നു. മീര എസ്. സാറിൻ്റെ സ്നേഹം അത് വിദ്യാർത്ഥികളുടെ കൂടെ നമുക്കറിയാം. ദർശന അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ട്. പൊന്നാട അണിയിക്കുന്ന പിതാവിനെ ഫാദർ മാർട്ടിൻ മലത്ത് പൊന്നാട അണിയിക്കുന്നു. സ്നേഹത്തോടെ കൈയടിക്കാം. പൊന്നാട അണിയിക്കുന്നു ഫാദർ മാർട്ടിൻ മലത്ത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ പൊന്നാട അണിയിക്കുന്നു. ദർശന അക്കാദമിയുടെ സ്നേഹമാണ് അദ്ദേഹത്തിന് ഞങ്ങൾ സമ്മാനിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇനിയും തുടരും. ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അദ്ദേഹത്തെ നിങ്ങളെ ഞാൻ ആദ്യം കുഞ്ഞുങ്ങളെന്നാണ് അപ്പം വായി വന്നത്. പക്ഷേ നിങ്ങളെ കുഞ്ഞുങ്ങളെന്ന് കരുതുന്നത് കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് വിഷമാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെന്നാക്കിയ. കുഴപ്പമില്ലല്ലേ? തുടക്കത്തിൽ സോണിയച്ചന് ഇവിടെ പറയുകയുണ്ടായി, ഇത് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്റർ അല്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങളെല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷം എന്താ നിങ്ങൾ ചെയ്തത്? ഇവിടെ അതും ചെയ്തല്ലേ? അതും ചെയ്തു. അതിൻ്റെ കൂടെ വേറെ പലതും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ആ കോച്ചിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിവിടെ ഈ ദർശന അക്കാഡമിയിലേക്ക് വന്നത് നിങ്ങളുടെ എൻട്രൻസിന് തയ്യാറെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതൊരു പ്രഥമ സ്ഥാനത്ത് തന്നെ ഉണ്ട്. പക്ഷെ അത് മാത്രം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദർശന അക്കാഡമിയും മറ്റ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. CMI സഭയുടെ ഏക എൻട്രൻസ് കോച്ചിങ് സെൻ്റർ എന്ന് വേണമെങ്കിൽ ദർശന അക്കാഡമിയെ പറയാം. ഇതുപോലെ നടത്തുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്റർ CMI സഭയിൽ വേറെ ഒരു പ്രൊവിൻസുകൾ 15 പ്രൊവിൻസുകളുണ്ട് ഇന്ത്യയിൽ മൊത്തം വിദേശത്തുമായിട്ട്. പക്ഷേ ഒരു എൻട്രൻസിന് തയ്യാറെടുപ്പ് നൽകുന്ന ഇതുപോലുള്ള ഒരു അക്കാഡമി വേറെ ഇല്ല. അപ്പോൾ അതൊരു യുണീക്ക് ആയിട്ടുള്ള സ്ഥാപനമാണ് ഈ ദർശന അക്കാഡമി. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, മറ്റ് കോളേജുകളുണ്ട്, 650ഓളം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ ആയിട്ട്. പക്ഷേ ദർശന അക്കാഡമി ഒരു യുണീക്കാണ്. കാരണം ഈ എൻട്രൻസിന് കുട്ടികൾക്ക് തയ്യാറെടുപ്പ് നൽകുന്ന മറ്റിതുപോലുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്ഥാപനമില്ല. അപ്പോൾ അവിടെ പഠിച്ച്
ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഇടയാകുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഡയറക്ടർ ഓഫ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ശ്രീ ജോബി ജോർജ് അടത്തിൽ ഷൈലോക്ക്, കാവൽ, രോമാഞ്ചം, കിഷ്കിണ്ഡകാന്ഡം തുടങ്ങിയ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച മികച്ച കലാകാരൻ ബഹുമാനപ്പെട്ട ശ്രീ ജോബി ജോർജിനെ ക്ഷണിക്കുന്നു. യോഗത്തിന് ആശംസ അറിയിക്കുന്നു. നമസ്കാരം. സദസ്സിൽ ഒത്തിരി സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങളോട് ഒരു സിനിമാക്കാരൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം അവിടെ ഇരിക്കുന്നത് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകത്തില്ല. പിന്നെ എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഇരിപ്പുണ്ട്, ചാക്കോപ്പി. ഞാനും ചാക്കോപ്പിയൊക്കെ ചവറ അച്ഛൻ്റെ വലിയ ആശ്രിതരെന്നോ ഭക്തരെന്നോ ഒക്കെ പറയാം. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തുടക്കം എന്ന് പറയുന്നത്, ഞാനന്ന് ദുബായി പോയതാണ്. ഞാൻ എന്നും പോയി എല്ലാ ശനിയാഴ്ചയും പോയി പ്രാർത്ഥിക്കുമായിരുന്നു ചവറ അച്ഛനോട്. അപ്പോൾ ഒരു ശനിയാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ എവിടെയൊക്കെയോ അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വിസയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ചവറ അച്ഛൻ്റെ സഭ, CMI സഭ നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ വരാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോ പറയാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരോടും എഞ്ചിനീയർമാരോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങളും നോ പറയരുത്. എല്ലാവർക്കും എനിക്കിഷ്ടമില്ലാത്ത കാര്യം, നോ എന്ന് പറഞ്ഞു പോയാൽ എന്നേക്കാളും വലിയ ആളുകളെ ഇവരിവിടെ വിളിക്കും. എനിക്ക് നോ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് എന്നോട് ആരും നോ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ആരോടും നോ പറയുകയില്ല. അതാണ് അതിൻ്റെ രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത് ഒരു കുഞ്ഞു കാര്യമുണ്ട്. കുറേ നല്ല ഡോക്ടർമാരെ കണ്ടാൽ ഞാനിപ്പം ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ നിൽക്കുകയാണ്. സായന്തനത്തിലേക്കുള്ള എങ്ങാനും എനിക്ക് വല്ല അസുഖം പിടിച്ചാൽ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രി ചെല്ലുമ്പോൾ എന്നെ അവരൊന്ന് കൺസിഡർ ചെയ്യല്ലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എഞ്ചിനീയർമാർ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്കുമൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 കാര്യങ്ങളാണ് എൻ്റെ നോട്ടത്തിൽ കിട്ടുന്നത്. ഒന്ന്, ആഹാരം പാകം ചെയ്ത് കൊടുക്കുന്നവർക്ക് പുണ്യം കിട്ടാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ആതുര ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, അത് നേഴ്സായിക്കോട്ടെ ഡോക്ടറായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അവർക്ക് ഒരു പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ദൈവത്തിൻ്റെ ഇടപെടലുകളുള്ളവരാണ് നിങ്ങൾ. എല്ലാവർക്കും ഡോക്ടറാകാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ എനിക്ക് അത്രയും പുണ്യമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അപ്പന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടറാകണമെന്ന്. പക്ഷേ ഞാനായില്ല, കാരണം എനിക്ക് പുണ്യം കിട്ടിയില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല ഡോക്ടർമാരായിരിക്കുക. പിന്നെ എന്തായാലും ഞാൻ വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, വിശ്രമവേളകൾ ആനന്ദപ്രദമാക്കാൻ ഗുഡ്വില്ലിൻ്റെ എല്ലാ സിനിമയും കണ്ടോണം. കാരണം അത് കണ്ടാലല്ലേ എനിക്ക് പുണ്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എൻ്റെ പേരും മുഖവും ഒക്കെ ഓർത്ത് വെച്ചോണം. ഒരു ബേബി ഫേസാണ് എൻ്റെ. അതുകൊണ്ട് ഡോക്ടറായ എഞ്ചിനീയർമാരൊക്കെ നമ്മളെയൊക്കെ കരുതുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കണം. കാരണം ദൈവമില്ല എന്ന് പറയുന്നവരൊക്കെ പമ്പര വിഡ്ഢികളാണ്. കാരണം ശാസ്ത്രം വളർന്നു. ഇനിയിപ്പം വീക്ഷണം, ഇവിടുത്തെ ദർശന അക്കാഡമിയിലെ ദർശനം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഈ പറയുമ്പം ശാസ്ത്രത്തെ തള്ളിപ്പറയുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ ഇന്നെ ഓടിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ദൈവം ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് നന്മയും തിന്മയും പ്രശസ്തിയും കുപ്രസിദ്ധിയും എല്ലാം തരുന്നത് ദൈവമാണ്. കാരണം ദൈവമാണ് അൾട്ടിമേറ്റ്. അല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ വലിയ ഇതുണ്ടായിട്ട് രക്തം കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ഈ ലോകത്തെവിടെയെങ്കിലും രക്തം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. മരണത്തെ തടയാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവമുണ്ട്. ദൈവത്തെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മാർട്ടിനച്ച, പ്രിയ ജോബി ജോർജ്, സോണിയച്ച, ടോബിൻ സാർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മാതാപിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്,
എന്താണ് ഈ മെറിറ്റ് ഡേയുടെ പ്രസക്തി എന്നുള്ളത്. മെറിറ്റ് ഡേയുടെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, അത് വിജയിച്ച കുറേ പേരുടെ ജീവിതം പിന്നാലെ വരുന്ന കുറേ പേർക്ക് പ്രചോദനമായി തീരുന്നു എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ വർഷം പഠിച്ച്, അതും വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ പഠിച്ച് പരീക്ഷ എഴുതി വിജയം സ്വന്തമാക്കി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അവർ അവരുടെ ജീവിതം തങ്ങളുടെ പിന്നാലെ വരുന്ന വിദ്യാർത്ഥികൾക്ക് മുൻപിൽ തുറന്നു വയ്ക്കുമ്പോൾ അവർക്ക് ഇത് പ്രചോദനമാണ്. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നീറ്റുമായി ബന്ധപ്പെട്ട് പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി അവസാനം വിജയിച്ചവരായിരുന്നു നിങ്ങൾ. പല കുട്ടികൾക്കും ലഭിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ വർഷം ലഭിക്കാതെ പോയിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് പലതും ലഭിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ അത്തരം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കേറിയവരാണ് നിങ്ങൾ. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോട്, സ്ഥാപനത്തോട്, നിങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കന്മാരോട്, നിങ്ങൾക്ക് വേണ്ടി പല സന്തോഷങ്ങളും വേണ്ട എന്ന് വെച്ച നിങ്ങളുടെ മാതാപിതാക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ പട്ടം കിട്ടുന്ന ആ ഒരു സമയത്തിന്, ആ ഒരു 2-3 വർഷം എൻ്റെ അമ്മ ഇറച്ചിയും മീനും വേണ്ട എന്ന് വെച്ച് എനിക്ക് വേണ്ടിയിട്ട് നോമ്പ് നോക്കിയിരുന്നു. ഞാൻ നല്ലൊരു വൈദികനായി തീരുന്നതിന് വേണ്ടി നോമ്പ് നോക്കിയിരുന്നു. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ നോമ്പുകൾ നോക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ സമർപ്പണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുവാൻ അവരുടെ കയ്യിൽ സമൃദ്ധിയായിട്ട് പൈസ ഉണ്ടായിട്ടല്ല അവർ ഫീസ് അടച്ചത്. പക്ഷേ അവരവരുടെ ഇല്ലായ്മകളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും തങ്ങളുടെ ഒരു വീതം ഫീസ് അടയ്ക്കാനും മറ്റു ചെലവുകൾക്കും വേണ്ടി മാറ്റിവെച്ച് ഇന്ന് വിജയത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നിങ്ങൾ ഉയരുമ്പോൾ അവരും അതിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ സഹോദരന്മാർ അതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ബന്ധുക്കൾ അതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കൂട്ടുകാർ അതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കടമ കൂടിയുണ്ട്. അത് നിങ്ങളുടെ പിന്നാലെ വരുന്നവരെ കൈപിടിക്കുവാനും വളർത്തുവാനും ഉയർത്തുവാനും ചേർത്ത് പിടിക്കുവാനും പ്രചോദിപ്പിക്കുവാനും സമൂഹത്തിന് മുഴുവൻ നന്മയായി തീരുവാനുമുള്ള കടമയും ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഘടകം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദിയുള്ളവരായിരിക്കുക, മറ്റുള്ളവരെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക. നമസ്കാരം. അവാർഡ് നൽകി ആദരിക്കുന്നു ഫാദർ മാർട്ടിൻ മുല്ലർ. പൊന്നാട അണിയിക്കുന്നു ഫാദർ എമിൽ പുലിക്കാട്ടിൽ. കയ്യടിയുടെ ആരവം കുറവാണ്. പൂജ എം.ആർ. നീ ടോപ്പർ പൂജ എം.ആർ. വെൽക്കം ചെയ്യുകയാണ്. മെമന്റോ നൽകി ആദരിക്കുന്നു ഫാദർ മാർട്ടിൻ മല്ലാർ. മാതാവിന് പൊന്നാട് അണിയിക്കുന്നു ഫാദർ എമീൽ പുല്ലിക്കാട്ടിൽ. സ്വാഗതം ചെയ്യുന്നു അക്ഷര സുരേഷ്. ഡി ടോപ്പർ അക്ഷര സുരേഷ്. മെമന്റോ നൽകി ആദരിക്കുന്നു ഫാദർ മാർട്ടിൻ മല്ലാർ. പൊന്നാട അണിയിക്കുന്നു ദർശന അക്കാദമി ഡയറക്ടർ ഫാദർ സോണി എം പ്രേം. പിതാവിന് പൊന്നാട അണിയിക്കുന്നു ഫാദർ എമിൽ പുലിക്കാട്ടിൽ. നീ ടോപ്പർ ഐവിൻ ജൂഡ് ഡൊമിനിക്. മെമന്റോ നൽകി ആദരിക്കുന്നു. പൊന്നാട അണിയിക്കുന്നു ശ്രീ ജോബി ജോർജ്. പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ ഐവിന് പൊന്നാട അണിയിക്കപ്പെടുന്നതല്ല. അനു ആനന്ദ്, നീ ടോപ്പർ അനു ആനന്ദിനെ ക്ഷണിക്കുകയാണ്. നീ ടോപ്പർ അനു ആനന്ദ്.
മാതാവിനെ ക്ഷണിക്കുന്നു. മെമൻറ്റോ നൽകുന്നത് ഫാദർ മാർട്ടിൻ മല്ലാത്ത്. മാതാവിന് പൊന്നാട അണിയിക്കുന്നത് ശ്രീ ജോബി ജോർജ്. കയ്യടി പോരാ. നീ ടോപ്പർ ലാൽ കൃഷ്ണ വിയ. മാർട്ടിൻ മല്ലാത്ത്. പിതാവിന് പൊന്നാട അണിയിക്കുന്നു ശ്രീ ജോബി ജോർജ്. നന്ദന വി രതീഷ്. നീ ടോപ്പർ നന്ദന വി രതീഷ്. മെമൻറ്റോ നൽകുന്നു ഫാദർ മാർട്ടിൻ മല്ലാത്ത്. പൊന്നാട അണിയിക്കുന്നു ശ്രീ ജോബി ജോർജ്. നീ ടോപ്പർ അഞ്ജന നിബു. അഞ്ജന നിബു. മാതാവിന് പൊന്നാട അണിയിക്കുന്നു. നീ ടോപ്പർ ഹർഷ ബിനു. അടുത്ത വർഷം എനിക്കും ഈ കയ്യടി കിട്ടേണ്ടതാണെന്നുള്ള ഉത്സാഹത്തോടെ വേണം കയ്യടിക്കാൻ. ഹർഷ ബിനു മെമൻറ്റോ നൽകി ആദരിക്കുന്നു. നീ ടോപ്പർ ഇന്ദ്രജ് രാമചന്ദ്രൻ. മെമൻറ്റോ നൽകി ആദരിക്കുന്നു. പൊന്നാട അണിയിക്കുന്ന പിതാവിന് മാതാവിനെയും പൊന്നാട അണിയിക്കുന്നു ശ്രീ ജോബി ജോർജ്. നീ ടോപ്പർ ഐശ്വര്യ മോഹൻ. ഐശ്വര്യ മോഹൻ മാതാവിനെ പൊന്നാട അണിയിക്കുന്നു. ഗ്ലോറിയ സജീവ്. നീ ടോപ്പർ ഗ്ലോറിയ സജീവ് മാതാവിനെയും പിതാവിനെയും ആദരിക്കുന്നു. മൊമെന്റോ സ്വീകരിക്കുന്നു. പൊന്നാട അണിയിക്കുന്നു. ഗ്ലോറിയയ്ക്ക് വേണ്ടി മൊമെന്റോ മാതാപിതാക്കൾ സ്വീകരിക്കുന്നു. ദർശന അക്കാദമിയുടെ സ്നേഹാദരവ്. പൊന്നാട അണിയിക്കുന്നു. മാതാവിനെയും പിതാവിനെയും ആദരിക്കുന്നു. നീ ടോപ്പർ മീനാക്ഷി എസ്. മീനാക്ഷി എസ് കീം ടോപ്പേഴ്സ് മെഹറിൻ യാസർ. മെഹറിൻ യാസർ മാതാപിതാക്കളെ ആദരിക്കുന്നു. മാതാപിതാക്കൾ വരുന്നു. മൊമെന്റോ സമ്മാനിക്കുന്നു. മാതാവിനെയും പിതാവിനെയും പൊന്നാട അണിയിക്കുന്നു. മെഹറിൻ്റെ മികച്ച വിജയത്തിന് കീം ടോപ്പർ ഓഫ് ദർശന അക്കാദമി മെഹറിൻ യാസർ. മിലൻ കെ വർഗീസ്. കീം മാതാപിതാക്കൾ മെമൻറ്റോ സ്വീകരിക്കുന്നു. പൊന്നാട അണിയിച്ച് അവരെ ആദരിക്കുന്നു. മാതാപിതാക്കൾ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ജോസഫ് മെമൻറ്റോ നൽകി ആദരിക്കുന്നു.
പൊന്നാട അണിയിക്കുന്നു. മാതാവിന് പൊന്നാട അണിയിക്കുന്നു. മാത്യു മൊമെന്റോ സ്വീകരിക്കുന്നു. കൗൺസിലർ ഓഫ് എഡ്യൂക്കേഷൻ ക്രൈസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ റവറൻഡ് ഫാദർ മാർട്ടിൻ മല്ലത്ത് CMIയുടെ നിറസാന്നിധ്യം ദർശന അക്കാദമിക്ക് തികഞ്ഞ പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തീർച്ചയായും ഞങ്ങൾക്ക് ഏവർക്കും നല്ല ഉദ്ബോധനം നൽകുകയുണ്ടായി. ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ദർശന അക്കാദമിയുടെ ഡയറക്ടർ റവറൻഡ് ഫാദർ സോണി എംബ്രയിൽ മെമന്റോ നൽകി ആദരിക്കുന്നു. പൊന്നാട അണിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് മെമന്റോ നൽകി ആദരിക്കുന്നു ദർശന അക്കാദമി ഡയറക്ടർ. ഒത്തിരിയധികം പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് നീറ്റ് എൻട്രൻസ് പരീക്ഷയായിട്ട് റിലേറ്റ് ചെയ്ത് സിലബസിലെ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ പരീക്ഷയുമായിട്ട് പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ, അതിനിടയിലായിട്ട് കുട്ടികൾ ഫേസ് ചെയ്ത ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ. ഇവിടെ ഇരിക്കുന്ന ഏകദേശം 25 കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അവർ നേടിയെടുത്ത റിസൾട്ട്, മാർക്ക്, റാങ്ക്, അതിന് പിറകിലെല്ലാം ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥയുണ്ട്. ഓരോരുത്തരും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത കാര്യങ്ങൾക്ക് അവരോടൊപ്പം ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, അതിലുപരിയായിട്ട് അവരോരോരുത്തരും വിശ്വസിച്ച ഈശ്വരൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവർ ഇന്നായിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ദർശന അക്കാഡമി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇതൊരു എൻട്രൻസ് കോച്ചിങ് സെന്റർ എന്നതിലുപരിയായിട്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പഠനത്തിന് ശേഷം സമൂഹത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു വ്യക്തി, ഡോക്ടർമാരെ പറ്റി പറയുകയാണെങ്കിൽ രോഗത്തെ ചികിത്സിക്കുന്നതിലുപരിയായിട്ട് രോഗിയെ ചികിത്സിക്കുന്ന നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഡോക്ടേഴ്സ്, അതോടൊപ്പം തന്നെ മികച്ച എഞ്ചിനീയർമാർ. ഇന്നേ ദിനം ഒത്തിരി സന്തോഷത്തോടുകൂടി ഒരു കാര്യം കൂടി ഷെയർ ചെയ്യുകയാണ്. ഈ പറഞ്ഞ കാര്യം ദർശന അക്കാഡമിയിലെ കുട്ടികൾ മുന്നോട്ടുള്ള പഠനത്തിൽ നേടിയെടുക്കുമെന്നതിൻ്റെ തെളിവാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഇവിടെ +2 ലോൺ ടൈം ബാച്ചിൽ, +1 +2 ലോൺ ടൈം ബാച്ചിൽ പഠിച്ചുകൊണ്ടിരുന്ന മെഹറിൻ യാസർ എന്ന് പറയുന്ന കുട്ടി CIT ട്രിവാൻഡ്രത്തിൽ അഡ്മിഷൻ ലഭ്യമായി. അതിനുശേഷം അവിടെ സ്കോളർഷിപ്പിന് ഏകദേശം 1.5 ലക്ഷം രൂപ പെർ ഇയർ സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന ഒരു സ്കീമിന് അർഹയായി. അങ്ങനെ മുന്നോട്ടുള്ള പഠനത്തിലെല്ലാം ആ തുക ലഭ്യമാകും. ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, NIT കാലിക്കട്ട് ആയിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറുന്നത് ഓരോ വർഷങ്ങളിലും അക്കാഡമിയെ പ്രതിനിധീകരിച്ച ഒരാളുണ്ടാവും. തേജസ് എന്ന് പറയുന്ന ഇവിടെ ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. 2022 ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിട്ട് ആ വർഷം മാറിയത് തേജസ് രാജഗോപാൽ. 2018 NIT ടോപ്പറായിട്ട് മാറിയത് ദർശന അക്കാഡമിയിൽ നിന്ന് പോയ വ്യക്തി. ഇവിടെയാണ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ദർശന വേറിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ അനുമോദന ചടങ്ങിൽ കുട്ടികളെ അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളെ ആദരിക്കുകയും കൂടി ഉണ്ടായി. എക്സലൻസ് അവാർഡ് അല്ലെങ്കിൽ മെറിറ്റ് ഡേ ഇവിടെ നടത്തപ്പെടുമ്പോൾ ഇത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തപ്പെടുന്നത് ഈ വരാൻ പോകുന്ന എൻട്രൻസ് പരീക്ഷ എഴുതുവാൻ പോകുന്ന കുട്ടികളാണ്. നമ്മൾ സ്വപ്നം കാണുക, അടുത്ത വർഷം ഇവിടെ മെറിറ്റ് ഡേ നടത്തുമ്പോൾ ഇതേപോലെ ഫ്രണ്ട് റോയിൽ എന്നോടൊപ്പം എൻ്റെ അച്ഛനും അമ്മയും അവരുടെ എൻ്റെ വലത്തും ഇടത്തുമായിട്ട് അവർ വന്നിരിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു വലിയ വേദിയിൽ എനിക്ക് ആദരവ് കിട്ടുന്നതിനോടൊപ്പം എൻ്റെ അച്ഛനെയും അമ്മയും പൊന്നാട അണിയിക്കത്തക്കവണ്ണം ഞാൻ അവസരമുണ്ടാക്കി കൊടുക്കുക. ഇവിടെ ഇന്ന് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് കുട്ടികൾ ഷെയർ ചെയ്തു. ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നൽകി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ സമയത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ടെൻഷൻ, മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നിസ്സാരമായിട്ട് എടുക്കുക. നമ്മുടെ മുന്നിലുള്ള എയിം NEET 2025 അല്ലെങ്കിൽ KEAM JEE പരീക്ഷ നല്ല രീതിയിൽ എഴുതുക.
അച്ഛൻ ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടുന്ന് എൻട്രൻസും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസിലൊക്കെ നല്ല മാർക്കോടുകൂടി വിജയിക്കുന്നത്. അപ്പോൾ ഈ ദർശന അക്കാദമിയിൽ എന്തൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് ഇത് ഉയർന്നു വന്നത്? ദർശന അക്കാദമി എന്ന് പറയുന്നത് നമ്മുടെ CMI സഭ, CMI സഭയെ കുറിച്ച് കേട്ടാണ്. CMI വൈദികർ നടത്തുന്ന അല്ലെങ്കിൽ പല കോളേജുകൾ സ്കൂളുകളൊക്കെ നിങ്ങൾ കേട്ടാണ്. അതിൽ എൻട്രൻസ് കോച്ചിങ്ങിൽ ആകെ ഒരു സ്ഥാപനമുള്ളൂ, കോട്ടയത്തുള്ള ദർശന അക്കാദമി. കോട്ടയത്ത് നമ്മൾ 35 വർഷമായി ദർശന അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട്. അതായത് എൻട്രൻസ് ഫീൽഡിലെ തുടക്കക്കാരാണ് ദർശന അക്കാദമി. അതിനുശേഷം നമ്മൾ പല പല കോഴ്സുകൾ, ഇതിൻ്റെ അകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ചെയ്തിട്ടുള്ള ദർശന അക്കാദമിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് റാങ്കുകൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് സീറ്റ് മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ മറ്റ് കോച്ചിങ് സെൻറ്ററുകൾ പോലെയല്ല, നമ്മളൊരു കുറച്ചും കൂടെ കുട്ടികളെ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്, അതായത് എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ സഹായിക്കുകയാണ്. ഇവിടെ നമ്മൾ കോച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000, 20,000, 1,00,000 കുട്ടികളൊന്നും അല്ല ഇവിടെ ക്ലാസ്സിലുള്ളത്. നമ്മൾ കുറച്ച് കുട്ടികൾ, അത് 100, 400, 500 കുട്ടികളിൽ നിന്ന് നല്ല മാർക്ക് നേടുക, അവർക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഒരു കോച്ചിങ് കൊടുത്ത് ഒരു നല്ല എന്താ വെച്ചാൽ സമൂഹത്തിന് ഉപകാരമുള്ള ഡോക്ടർമാരെയും സമൂഹത്തിന് ഉപകാരമുള്ള എഞ്ചിനീയർമാരെയും നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റാണ് ഇത്. എൻ്റെ ഐഡിയ ഒന്നുമല്ല, CMI സഭയുടെ സ്ഥാപകനായ ചാവറ പിതാവിൻ്റെയാണ്. ചാവറ പിതാവ് നമുക്കറിയാം 1800-കളിൽ കേരളത്തിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു സംസ്കൃത സ്കൂൾ നമ്മുടെ അടുത്ത് തന്നെ മാന്നാനത്ത് സ്ഥാപിച്ച് എല്ലാവർക്കും വിദ്യാഭ്യാസം, അതുപോലെ എൻട്രൻസ് ഫീൽഡിൽ എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ദർശന അക്കാദമി എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതാണ് ദർശന അക്കാദമിയുടെ യുണീക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. എല്ലാവർക്കും ആഗ്രഹമുള്ള എല്ലാവർക്കും നമ്മൾ പഠിപ്പിച്ച് അവരെ ഉന്നത നിലകളിലേക്ക് എത്തിക്കുന്നു. ഏതൊക്കെ കോഴ്സുകളാണ്, അല്ലെങ്കിൽ എൻട്രൻസ് അല്ലാതെ എന്തൊക്കെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? നമുക്കിപ്പം എല്ലാവിധ എൻട്രൻസ് എക്സാമിനുള്ള കോച്ചിങ്ങും ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. അപ്പം അതിൽ മെഡിക്കലിൻ്റെ വരുമ്പം നീറ്റ് എക്സാം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വരുമ്പം JEE, കീമ അങ്ങനെയുള്ള എക്സാംസ്, അതിനുള്ള 1 ഇയർ കോഴ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ +1, +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ലോങ് ടൈം ബാച്ച് എന്ന് പറയും, അതായത് അവധി ദിവസങ്ങളിൽ ഇവിടെ ക്ലാസ്. അത് നമ്മുടെ പല സെൻറ്ററുകളിലുണ്ട്, കോട്ടയത്ത്, തിരുവല്ല, അതുപോലെ തന്നെ അടിമാലി, പത്തനംതിട്ട, കട്ടപ്പന, മുണ്ടക്കയം, അങ്ങനെ പല സെൻറ്ററുകളിൽ ആ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളത് ട്യൂഷനുണ്ട്, ഓൺലൈൻ ട്യൂഷൻ. 999 രൂപയ്ക്ക് 8, 9, 10, 11, 12 ക്ലാസ്സുകാർക്കുള്ള ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ദർശന അക്കാദമി. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫാണ്. 10, 15 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, സീനിയറായിട്ടുള്ള ഫാക്കൽറ്റി, അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഇതിനകത്ത്. അച്ഛൻ ഇപ്പോൾ എത്ര നാളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ഇതാണ് പഠിപ്പിക്കുന്നതൊക്കെ? ഞാൻ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഞാനിപ്പോൾ ഫിസിക്സിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഒപ്പം ഇവിടെ എൻട്രൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഫിസിക്സിൻ്റെ ക്ലാസ്. ഇനി അതിലും പ്രത്യേകത എന്ന് പറയുന്നത് എൻട്രൻസ് ഫീൽഡിലെ ക്ലാസ് എടുക്കുന്ന ഏക CMI വൈദികർ, മറ്റ് വൈദികരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വൈദികർ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ശരിക്കും കുട്ടികൾക്ക് ഒരുപാട് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഒത്തിരി മാനസിക സമ്മർദ്ദത്തോടു കൂടിയാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കുറച്ചുകൂടി ഒരു പേഴ്സണൽ കെയർ കൊടുത്ത് അവരെ സബ്ജക്റ്റ്, എല്ലാവർക്കും പാടുള്ളൊരു സബ്ജക്റ്റാണ് ഫിസിക്സ്. പക്ഷേ കുട്ടികൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, അവർക്കത് പഠിക്കുന്നതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. പിന്നെ എൻ്റെ ഒരു പാഷനാണ് ടീച്ചിങ്, അതുകൊണ്ടാണ് ഫിസിക്സ് ഇങ്ങനെ PhD ചെയ്യുന്നത്. ഇപ്പോൾ PhD ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയത്ത് വിദ്യാർത്ഥിയാണ്, അതുപോലെ തന്നെ അധ്യാപകൻ. ഒരേ സമയത്ത് വിദ്യാർത്ഥിയാണ്, അധ്യാപകൻ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരുടെ പൾസ് കൃത്യമായിട്ട് അറിയാം. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഇവിടെ നിൽക്കുമ്പോഴും റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ ഒരു കുട്ടി എന്ന രീതിയിലുള്ള ഇതുമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട്. എന്താണെങ്കിലും ഇനിയും വരുന്ന വർഷങ്ങളിൽ ഒരുപാട് പ്രതിഭകൾ ഇനി ഇവിടുന്ന് ഡോക്ടർമാർ, എഞ്ചിനീയർമാരായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.